കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞ് പഴയങ്ങാടിയിലെ ജനങ്ങൾ. മാട്ടൂൽ പുതിയങ്ങാടി ഭാഗത്തേക്കുൾപ്പെടെയുള്ള ജനങ്ങളെയാണ് ബസ് പണിമുടക്ക് ഏറെ ബുദ്ധിമുട്ടിലാക്കിയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടാലിൽ അണ്ടർപാസേജ് നിർമ്മിക്കാനുള്ള നടപടികളില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് നടത്തുന്നത്. ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പഴയങ്ങാടി മേഖലയിലെ ജനങ്ങളെ പണിമുടക്ക് ഏറെ വലച്ചു. സ്കൂൾ വിദ്യാർത്ഥികളും ദൂരെയിടങ്ങളിൽ നിന്നും ജോലിക്ക് എത്തേണ്ടവരും വ്യാപാരികളും മറ്റ് യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. ബുദ്ധിമുട്ടായി. നമ്മൾ രാവിലെ കാത്തുകണ്ട് വന്നു, സ്കൂൾ ബസ്സിലാണ് വന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടായി. KSRTC കുറെ നേരം കാത്തുക്കുന്നു. ഇനി എത്ര ദിവസം തുടരുമെന്ന് അറിയില്ല. പാലം പൂട്ടിയത് കൊണ്ട് ഒരു മാസത്തേക്ക് അതും കഷ്ടപ്പെടും. ആശുപത്രിയിൽ വന്നേ, ആഴ്ചയൊക്കെ വന്നേ, രാത്രിയായതുകൊണ്ട് ബസ്സില്ലല്ലോ. വീട്ടിൽ വന്നേ, ഇനിയിപ്പം പോകാൻ വേണ്ടി, നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഗുരുതര അവിടെ ആയിട്ട്. ഞാളിപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് സമയമൊക്കെ ഉള്ളൂ. ട്രെയിൻ വന്നതാണ്. ട്രെയിൻ മിസ്സായതുകൊണ്ട് പിന്നെ സ്റ്റേറ്റ് ബസ്സിന് വന്നതാ. അറിയായിരുന്നു, പക്ഷെ ട്രെയിൻ മിസ്സായിപ്പോയി. യാത്രക്കാർ എത്താത്തതിനാൽ ഓട്ടോ തൊഴിലാളികളും പ്രയാസത്തിലായി. ജില്ലയിലെ സ്വകാര്യ ബസ് പണിമുടക്കിൽ പഴയങ്ങാടിയിലെ ജനങ്ങളും വലഞ്ഞു. സ്വകാര്യ ബസ്സുകൾ ഒന്നും നിരത്തിലിറങ്ങിയില്ല. മാട്ടൂർ പുതിയങ്ങാടി ഭാഗത്തേക്ക് ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് ഏറെ ബുദ്ധിമുട്ടിലായത്. യാത്രക്കാർ എത്താത്തതിനാൽ ഓട്ടോ തൊഴിലാളികളും പ്രയാസത്തിലായി. ജില്ലയിൽ മുഴുവൻ പണിമുടക്കുണ്ടെന്നറിയാതെ എത്തിയ യാത്രക്കാരും വലഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരും ആശുപത്രിയിലും മറ്റും എത്തി തിരിച്ചു പോകേണ്ടവരും ഏറെ ബുദ്ധിമുട്ടി. KSRTC സർവീസ് നടത്തിയിരുന്നത് ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു. ഉച്ചയോടെ KSRTCയും സർവീസ് നടത്താതിരുന്നത് ജനങ്ങൾക്ക് ഇരട്ടി ദുരിതമായി. ജില്ലയിൽ മുഴുവൻ പണിമുടക്കുണ്ടെന്നറിയാതെ എത്തിയ യാത്രക്കാരും വലഞ്ഞു. ചെറുകുന്ന് കണ്ണപുരം ചൈനാക്ലേ റൂട്ടിൽ ഏതാനും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.